ഹലോ ഗൈസ്, അപ്പൊ രാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടേക്കാണ്? നേരെ മൂകാംബിയിൽ പോവാണ്. ബഡ്കയിൽ നിന്ന് ബൈദൂരെത്തി. അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സും പിടിച്ച് മൂകാംബിയിൽ. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ കയറിയിട്ട് നെയ്റോസ്റ്റ് പറഞ്ഞ് അതുകൊണ്ട് കഴിച്ചു. ടെമ്പിളിൽ എത്തിയപ്പോൾ ചെറിയ തിരക്കുണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ ദർശനം ചെയ്യാനും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനും പറ്റി. അതിനുശേഷം ഒരു ചായ കുടിച്ചിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കുടജാദ്രി ട്രക്കിംഗ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് തന്നെ ജീപ്പ് ഫുള്ളാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 8 പേരായി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവർ ബ്രോയും കൂടി സെറ്റ് ഗ്യാങ്. ചെക്ക് പോസ്റ്റിൽ എത്തിയത് നമ്മുടെ പേരും വിവരങ്ങളും അവിടെ എഴുതി കൊടുക്കണം. പ്ലാസ്റ്റിക്കിന്റെ എന്ത് സാധനങ്ങളും അവിടെ എഴുതി കൊടുക്കണം. നാച്ചുറൽ ക്ലീൻ ആയി സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല system. പിന്നെ തുടങ്ങി ഓഫ് റോഡ്. കല്ലും മണ്ണൊലിച്ച് കിടക്കുന്ന വഴികളും. 4x4 ജീപ്പ് നന്നായി കുലുങ്ങുന്നു, പക്ഷെ ഡ്രൈവർ ബ്രോ പുനിയത് എന്തൊരു കൺട്രോൾ. ഇത്ര റഫ് റോഡിലും സ്റ്റിയറിംഗ് സ്മൂത്ത് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മേലേക്ക് എത്തിയപ്പോഴേക്കും മഴ നല്ല കാറ്റ്, ഫുള്ള് കോട മൂടി കിടക്കുക. ഒരു റെയിൻകോട്ട് ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആകെ കുട മാത്രം. പക്ഷെ ആ വെതർ, ആ ഫീല്, ആ സൈലൻസ് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ നേരിട്ട് കാണാൻ. പിന്നെ വണ്ടിയിലൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുപ്പിച്ചു. ഒരു നായക്കോട്ട് അവിടെ ഐസ് പോലെ ഇരിക്കുന്നുണ്ട്. എന്താ കോട മൂടി കിടക്കണം. ഇത് ഞാൻ ജീപ്പിൽ നിന്ന് പരിചയപ്പെടുന്ന ചുരനും സതീഷും. നമ്മുടെ ജീപ്പ് പഠിച്ച് പുനീത് ബ്രോ പറഞ്ഞത് ഇത് സീസൺ അല്ല, ഇത് ഓഫ് സീസൺ ആണെന്നാണ്. പക്ഷെ ഞങ്ങൾ പറയണു ഈ സമയത്താണ് ശരിക്കും കുടയാതിരി ട്രക്കിംഗ് ആസ്വദിക്കേണ്ടത്. ആ കോട മൂടി കിടക്കുന്നത് മഴ. വേനൽക്കാലത്തിനേക്കാൾ ഏറ്റവും ബെറ്റർ ഈ സമയമാണ്. 8-ാം നൂറ്റാണ്ടിൽ മഹാനായ തത്വചിന്തകനായ ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം മാത്രം 160 ജീപ്പുകളാണ് അപ്പ് ആൻഡ് ഡൗൺ അടിച്ചതെന്നാണ് പറഞ്ഞത്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് എടുത്ത് കഴിച്ചു. വഴിയിൽ കണ്ട പട്ടിക്കുട്ടന് ഒരു ബിസ്ക്കറ്റ് കഷ്ണം കൊടുത്ത് അവന്റെ കൂടെ ഒരു സെൽഫിയും എടുത്തു. അങ്ങനെ ഈ യാത്രയിൽ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഓരോ യാത്രയിലും എനിക്ക് ഇതേപോലത്തെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളെ ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ആ മൊമെന്റ്സും എൻജോയ് ചെയ്തു. പിന്നെ ഒരു മനസ്സ് നിറഞ്ഞ ഫീലോട് കൂടി ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മൂകാംബിയും കുടയാദ്രിയും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രിപ്പാണ്. ഓക്കെ, ബൈ ഗൈസ്.